ഞാൻ എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷമായിട്ടൊരു 10-15 വർഷത്തിന് മേലെയായിട്ട് ഞാൻ അഡ്വർടൈസിങ് ഫീൽഡിലായിരുന്നു. അഡ്വർടൈസിങ് ഫീൽഡിൽ തന്നെ ഇരുന്നിട്ടാണ് പിന്നെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അഡ്വർടൈസിങ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഇനിയുള്ള കുറച്ച് വ്ളോഗ്സ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്ന അതിൽ കൂടെ ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഒരു വിഷ്വലൈസറായിട്ടാണ് അഡ്വർടൈസിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ വിഷ്വലൈസേഷൻ ടൈമിൽ ഉണ്ടായിട്ടുള്ള ആ സമയത്തുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെ ബെറ്റർ ആയിട്ട് തിങ്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ടിപ്സാണ്, കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറയാറ്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നല്ലൊരു നോളേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യണം. പെട്ടെന്ന് ഒരു വർക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ബോധമില്ലാതെ അതിനെക്കുറിച്ചൊരു ചെറിയ സ്റ്റഡികൾ നടത്താതെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെയ്യാതെ നമ്മൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു ബേസിക് സ്റ്റഡി നടത്തണം എന്നാണ് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങളിൽ കൂടെ സ്റ്റഡി ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ റെഫറൻസ് എടുക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഫറൻസുകളിൽ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ, അതായത് നമുക്ക് ബുക്സ് റെഫർ ചെയ്യാം, വേറെ പഴയ വർക്കുകൾ റെഫർ ചെയ്യാം, അതേ രീതിയിലുള്ള, അല്ലെങ്കിൽ നെറ്റിൽ തന്നെ പല റെഫറൻസുകളും നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയുള്ള റെഫറൻസുകൾ കൂടെ പോയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു പ്രൊജക്റ്റ് പുതിയതായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഫണ്ടമെൻ്റൽ ആയിട്ട് വരുന്നത് അതിനകത്തൊരു ആർട്ട് ആണ് മെയിനായിട്ട് വരിക. പിന്നെ പ്ലസ് സയൻസ് ആണ്. ആർട്ടും സയൻസും കൂടെ ഉള്ള ഒരു കൊളാബറേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മൾ ആ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ആർട്ടും ഈ ഒരു സയൻസും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട്, അതായത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കൊളാബറേഷൻ നടത്തുന്നതിനാണ് ഒരു ബ്രാൻഡിങ് എന്ന രീതിയിലേക്ക് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ആർട്ടും ഈ സയൻസും തമ്മിലുള്ള ഒരു ബാലൻസിങ് ആയിരിക്കണം നമ്മുടെ എല്ലാ വർക്കുകളും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. ഏത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും നമ്മൾ കൂടുതൽ ലേൺ ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ട്രെൻഡ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ലേൺ ചെയ്യുക. ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ലേൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആകും. അതുപോലെ തന്നെ ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യണം. കാരണം നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്, ട്രെൻഡിനെ കുറിച്ച് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം. പലരും പല രീതിയിലായിരിക്കും ആ ഒരു അപ്ഡേഷൻ നടത്തുക. ചിലവർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരു ആർട്ട് സ്കൂളിൽ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് സ്കൂളിൽ പോയിട്ട് പഠിക്കും, നോളജ് എടുക്കും. ഇല്ലാത്തവർ പലരും ഇന്റർനെറ്റിൽ തന്നെ അതിൻ്റെ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, അതൊക്കെ സോഴ്സസ് കണ്ടുപിടിച്ചിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കും. പിന്നെയുള്ളത്, നമ്മളൊരു ഡിസൈനറായിട്ട് പ്രൊഫഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വർക്കിന്റെ വോളിയം ജാസ്തി ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലൊരു പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഫീഡ്ബാക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമ്മളൊരു ഫീഡ്ബാക്ക് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മെന്റേഴ്സ് നമ്മളെക്കുറിച്ച് ഈ നമ്മളുടെ ഇൻട്രസ്റ്റ് അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യണം, നമ്മുടെ വർക്കുകൾ കാണിക്കണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ നിങ്ങൾക്ക് തോന്നുന്നത് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാർ നമ്മൾ തീർച്ചയായിട്ടും ആ വർക്ക് കാണിക്കണം. അപ്പോൾ അവർ ആ നിങ്ങളുടെ വർക്കിനെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ മെന്ററൊക്കെ ആണെങ്കിൽ, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ്. കോപ്പി യുവർ ഹീറോസ് എന്ന് പറയാം.
നമ്മളെ ഹീറോസിനെ നമ്മൾ എന്താണെങ്കിലും കോപ്പി ചെയ്യും. അതിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ നമ്മുടെ ഹീറോസിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ എസ്പെഷ്യലി ഡിസൈൻ ഫീൽഡിൽ നമ്മളൊരു ആർട്ട് വർക്ക് കണ്ടിട്ട് അതേപോലെ ചെയ്യാന്നുള്ളതല്ല കോപ്പി ഹീറോസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കോപ്പി ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഒരിക്കലും കോപ്പി ചെയ്യരുത്, ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ നമ്മൾ വേറെ ആൾക്കാരുടെ വർക്ക് കണ്ടതിന് ശേഷം നമ്മൾ അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. സെയിം കോപ്പി ചെയ്യുക എന്നുള്ളതല്ല, ഇൻസ്പയർ ആയിട്ട് നമ്മൾ അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ഹീറോസിന്റെ ആ ലെവലിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്പയർ ആകുക എന്നുള്ളതാണ്. വേറെ വർക്കുകൾ കണ്ടിട്ട് അല്ലെങ്കിൽ വേറെ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരുടെ അതായത് ക്രിയേറ്റീവ് പീപ്പിളുടെ വർക്കുകൾ ഫോളോ ചെയ്തിട്ട് അതേപോലെ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ സെയിം വേവ് ലെങ്ത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അതിനെ ബേസിക് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള അതിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ നമ്മളിങ്ങനെ വർക്കുകൾ കാണുന്നു, അഡ്വർടൈസ്മെന്റ്സ് കാണുന്നു, പ്രിന്റ് ആഡ്സുകൾ കാണുന്നു, അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നു. വീഡിയോസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, വീഡിയോ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത ഫ്യൂച്ചർ വീഡിയോസിലൊക്കെ ഞാൻ പറയാം. അപ്പൊ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബേസിക് പ്രിന്റ് അഡ്വർടൈസ്മെന്റ്സിനെ കുറിച്ചും ഡിസൈനിങ്ങിനെ കുറിച്ചും ക്രിയേറ്റീവ് പാർട്ടിനെ കുറിച്ചാണ്. അപ്പൊ ഇൻസ്പയർ ആകുക എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇൻസ്പയർ ആകുക, വേറെ വർക്കുകൾ നോക്കി കണ്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ തിങ്ക് കോൺസെപ്ച്വലി എന്ന് പറയും. കോൺസെപ്റ്റുകൾ മാത്രം തിങ്ക് ചെയ്യുക. ഏതൊരു വർക്ക് കണ്ടാലും ഏതൊരു സിറ്റുവേഷൻ കണ്ടാലും ഏതൊരു പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാലും നമ്മൾ അതിനെ എങ്ങനെ കോൺസെപ്റ്റ് ചേർത്തുകൊണ്ട് അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. വെറുതെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതല്ല. അതിനകത്തൊരു കോൺസെപ്റ്റ് കൂടെ ആഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര അപ്പോൾ ശരിക്കും ആൾക്കാർ പറയും ദിസ് ഈസ് എ ക്രിയേറ്റീവ് പ്രൊഡക്റ്റ് എന്ന് പറയും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിസൈനിങ് പാർട്ട്, അതൊരു ടെക്നിക്കലി ആർട്ട് വർക്ക് ആയി പോകരുത്. അതിനകത്തൊരു ആർട്ട് ഉണ്ടാവണം. ആർട്ട് പ്ലസ് സയൻസ് എന്താണെങ്കിലും അതിനകത്ത് ചേർന്ന ഒരു കോമ്പിനേഷൻ, ഒരു ബാലൻസിങ് ഉണ്ടായാൽ മാത്രമേ ആ ഒരു ഔട്ട്പുട്ടിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടാവുകയുള്ളൂ, ആൾക്കാർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്നു, നമ്മളൊരു കോൺസെപ്റ്റ് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, എല്ലാം ആയി കഴിഞ്ഞു. പക്ഷേ ഇതിന് ബിഫോർ നമ്മളൊരു വർക്ക് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ എങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റുന്നു. സെല്ല് ചെയ്യാൻ പറ്റാത്ത ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ ഡെഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു കോൺസെപ്റ്റിനെ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട്, അതായത് ബിസിനസ് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റീവും ബിസിനസ്സും കൂടെ ചേർത്തിട്ട് എങ്ങനെ നമുക്ക് അതിനെ സെല് ചെയ്യാമെന്നുള്ള ഒരു തോട്ടും കൂടെ ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതിന് നമുക്ക് സ്ട്രാറ്റജി എന്ന് വിളിക്കാം. ഈ സ്ട്രാറ്റജിയും ക്രിയേറ്റീവും കൂടെ ചേരുമ്പോഴാണ് ഏറ്റവും നല്ല ബ്രാൻഡും പ്രൊഡക്ട്സുകളും മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ടേക്ക് മോർ ഇനിഷ്യേറ്റീവ് എന്ന് പറയാം. അപ്പോൾ കൂടുതൽ നമ്മൾ ഒരു ആ കാര്യത്തിലേക്ക് ഇനിഷ്യേറ്റീവ് എടുക്കണം. നമ്മൾ കൂടുതലായിട്ട് ആ കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ ആ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഏറ്റവും നന്നായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ടെക്നിക്കൽ തിങ്കിങ്ങിൽ മാത്രം തിങ്ക് ചെയ്യാതെ, മുമ്പും പറഞ്ഞു ടെക്നിക്കൽ തിങ്കിങ്ങിൽ മാത്രം ഗ്രാഫിക് ഡിസൈനിങ് അല്ല, ആക്ച്വലി അതൊരു ആർട്ടാണ്. ആർട്ട് പ്ലസ് സയൻസ് ആയിട്ടുള്ള ഒരു ഫോമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്തൊരു നല്ലൊരു ആർട്ട് എലമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മളൊരു വെറുതെ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് അത് പെർഫോം ചെയ്യുന്ന രീതിയിലേക്ക് ആണ് ഗ്രാഫിക് ഡിസൈൻ എന്ന് പലരും തിങ്ക് ചെയ്യാം. എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, എങ്ങനെ ഫോട്ടോ ചേഞ്ച് ചെയ്യാം, ഇതൊന്നും അല്ല ആക്ച്വലി ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ. ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് അഡ്വർടൈസിങ്ങിന്റെ ഒരു ബേസിക് തിങ് ആണ്, സ്റ്റാർട്ടിങ് ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ അഡ്വർടൈസിങ് എന്ന് പറയുന്ന വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് സിനിമ എന്ന് പറയുന്ന ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിലേക്ക് നമ്മളെ എത്തിക്കും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു വളരെ ഡീപ്പായിട്ട് നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സിൻസിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും കാര്യങ്ങൾ നന്നാക്കി ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ആർട്ട് വർക്ക് വേണമെന്ന് പറഞ്ഞു, അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ
സ്ട്രാറ്റജി നമ്മൾ തിങ്ക് ചെയ്യുന്നു, ക്രിയേറ്റീവ് നമ്മൾ തിങ്ക് ചെയ്യുന്നു, പ്ലസ് സ്ട്രാറ്റജി നമ്മളെ തിങ്ക് ചെയ്യുന്നു, പ്ലസ് ആർട്ട് നമ്മൾ ചെയ്യുന്നു, പ്ലസ് സയൻസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പ്രൊജക്ട് നമ്മൾ ഒരു ക്രിയേറ്റീവ് പ്രൊജക്ട് ഉണ്ടാക്കി. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ക്ലയന്റ് പറഞ്ഞതിന്റെ ബിയോണ്ട് ആയിട്ട് അതിനും കൂടുതലായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്താ കോൺട്രിബ്യൂഷൻ ആ ഒരു പ്രൊജക്ടിന് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളും കൂടെ ചിന്തിക്കണം. നമ്മുടെ കോൺട്രിബ്യൂഷനും കൂടെ ആ വർക്കിനകത്ത് കൊടുത്തു കഴിയുമ്പോഴാണ് ആ വർക്ക് കൂടുതൽ നന്നാവുക. ഇല്ലാതെ ക്ലയന്റ് തന്നത് അല്ലെങ്കിൽ ബോസ് തന്നത് ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് മാത്രം ചെയ്ത് കൊടുത്തിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. നമ്മൾക്ക് പിന്നീട് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ആ പ്രൊജക്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഒരു പോരായ്മ നമുക്ക് മനസ്സിലാവും. എന്നാൽ എനിക്ക് ആ സമയത്ത് അത് നന്നായിട്ട് ചെയ്യാമായിരുന്നു, കുറച്ചും കൂടെ സമയം എടുത്ത് ചെയ്യാമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്നുള്ള ഒരു തിങ്കിങ് ആ സമയത്ത് വരുന്നതിന് പകരം ഇപ്പൊ തന്നെ നമുക്ക് കിട്ടുന്ന വർക്കുകൾ നമ്മൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടും നമ്മുടെ എനർജി കൂടുതൽ മീൻസ് എനർജറ്റിക് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇത്രയും പോസിറ്റീവ് തിങ്കിങ്ങും എനർജറ്റിക്കും ആണെങ്കിൽ മാത്രമേ നമ്മൾ ഏതൊരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ് ആണെങ്കിലും, ഈവൺ ഇഫ് ഇറ്റ് ഈസ് ഒരു ഗ്രാഫിക് ഡിസൈൻ, അഡ്വർടൈസിങ്, അല്ല ഫിലിം ഇൻഡസ്ട്രി, ഏത് കാര്യം ഒരു ക്രിയേറ്റീവ് തിങ്ക് ചെയ്യണമെന്ന് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിൽ, അറ്റ്ലീസ്റ്റ് മൈൻഡ് സെറ്റ് നമ്മുടെ പോസിറ്റീവായിട്ട് ഉണ്ടാവണം. ഇല്ലാതെ എല്ലാ നെഗറ്റീവ് തിങ്കുകളും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അത് നമ്മളൊരു ക്രിയേറ്റീവായിട്ട് പ്രൊഫഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓൾവേസ് നമ്മൾ തിങ്ക് ചെയ്യണം, നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് നമ്മൾ എപ്പോഴും മൈൻഡിൽ കൊണ്ടു നടക്കണം. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഇനിയും വീഡിയോസ് ഞാൻ ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്റെ പ്രൊഫൈല് creativedirector.in എന്നുള്ള പ്രൊഫൈൽ ഞാനിവിടെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ പ്രൊഫൈലിൽ ഒന്ന് കയറി നോക്കാം. നിങ്ങൾക്ക് ആ പ്രൊഫൈല് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ പഴയ വർക്കുകൾ, പഴയ വർക്കുകൾ ആ പ്രൊഫൈലിൽ വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വർക്കുകൾ എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്ന് കൂടെ ഞാൻ അടുത്ത വീഡിയോകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതിന്റെ ഓരോ പ്രൊസീജിയറും ഞാൻ എങ്ങനെയാണ് ഓരോ വർക്കുകൾ ചെയ്തിട്ടുള്ളത്, എന്തായിരുന്നു അതിന്റെ റിസൾട്ട് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ അത് ഞാൻ തരാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരു വർക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്തായിരുന്നു. അതിന്റെ കേസ് സ്റ്റഡി എന്ന് പറയുന്ന അഡ്വർടൈസിംഗ് വേർഡ്സിൽ ഇതിൽ പറയുമ്പോൾ കേസ് സ്റ്റഡി എന്ന് പറയും. അപ്പൊ അതുകൂടെ ഞാൻ അത് കാണിക്കാം. എന്റെ പ്രൊഫൈൽ ഒന്ന് കയറി നോക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂടുതൽ വീഡിയോസുമായിട്ട് വരാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് എ ലോട്ട്.